Hi dear friends, let's start our class today. Good morning to all. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത് മറ്റൊന്നുമല്ല, രണ്ട് കൂട്ടുകാർ കൂടി ഒരു വഴിക്ക് പോവുകയാണ്. വഴിയിൽ വെച്ച് സാധാരണ നമുക്ക് സംഭവിക്കാറുള്ള ഒരു കാര്യമാണ് വഴി തെറ്റിപ്പോകുന്നു. വഴി തെറ്റിപ്പോകുമ്പോൾ ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും? അതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്യുവാൻ വേണ്ടി പിന്നീടുള്ള കോൺവെർസേഷൻ എന്തായിരിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കം ടു ദി ബോർഡ്. ഇതാദ്യമായിട്ട് പറയുകയാണ്, നമുക്ക് വഴി തെറ്റി. ഇതെല്ലാം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഒന്ന് ശ്രമിച്ചു നോക്കണേ. അതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ മലയാളം എഴുതുന്നത്. നമുക്ക് വഴി തെറ്റി എന്ന് പറയുന്നു. അന്നേരം അത് ചോദിക്കുന്നത് എന്തായിരിക്കും? അത് നിനക്ക് എങ്ങനെ അറിയാം? വഴി തെറ്റി എന്നുള്ള വിവരം നിനക്ക് എങ്ങനെ അറിയാമെന്ന്? എനിക്ക് കൃത്യമായി അറിയില്ല, പക്ഷെ എനിക്ക് ഉറപ്പാണ് ഇതല്ല ശരിയായ വഴി. ഇതിന്റെ എല്ലാം വാക്കുകൾ എങ്ങനെയാണ് പറയുന്നതെന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് മലയാളത്തിൽ മാത്രം എഴുതുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതും അറിയാം. നമുക്ക് നമ്മുടെ കൂട്ടുകാരിൽ ഒരാളെ വിളിക്കാം. കൂട്ടുകാരിൽ ഒരാൾ, അത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതേപടി എഴുതിയിരിക്കുന്നത്. അതിന് സമയമെടുക്കും. നമുക്ക് പുറകോട്ട് പോകാം എന്ന്. എത്ര ദൂരം? ആ വാക്ക് ഓർക്കുന്നുണ്ടോ നമ്മൾ പഠിച്ചത്? എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇത് നമ്മൾ പഠിച്ചതാണ്, ഇംഗ്ലീഷ് പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഇതിന്റെ വാക്കുകളെല്ലാം പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടി ആദ്യമേ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് സ്വയം ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിന്റെ ട്രാൻസ്ലേഷൻ നോക്കുക കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മൾ വരൂ, നമുക്ക് ആ മനുഷ്യനോട് ചോദിക്കാമെന്ന്. ഒരു മനുഷ്യനെ കണ്ടു, ആ മനുഷ്യനോട് നമുക്ക് ചോദിക്കാം എന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങള് നമ്മൾ വഴി തെറ്റി കഴിയുമ്പോൾ നമ്മൾ പരസ്പരം സംസാരിക്കുന്നത്. ഇതിനെ ഒന്ന് ആക്കി കഴിയുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിനെ ഒന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കുവാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് ഈ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതുമായിട്ട് എത്ര മാറ്റം ഉണ്ടെന്ന് നോക്കണം കേട്ടോ. ഓക്കെ, ഇതായിങ്ങോട്ട് നോക്കൂ. ഇതുപോലെയാണോ നിങ്ങൾ ഇത് കിട്ടിക്കാണില്ല അല്ലേ? നമുക്ക് വഴി തെറ്റി എന്ന് പറയുന്നത് we lost our way എന്ന് പറഞ്ഞാല് നമുക്ക് വഴി തെറ്റി. അന്നേരം തിരിച്ചു ചോദിക്കണം, how do you know it? അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന്. I don't know exactly. കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. കൃത്യമായി I don't know exactly, but I am sure it's not the right way. പക്ഷെ എനിക്ക് തീർച്ചയാണ് ഇതല്ല ശരിയായ വഴിയെന്ന്. ഇതല്ല ശരിയായ വഴിയെന്ന് എനിക്ക് തീർച്ചയാണെന്ന് പറയുന്നു. Then what do we do? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? Let's call one of our friends. കൂട്ടുകാരിൽ ഒരാൾ. One of our friends. Let's call one of our friends എന്ന് ഒരു ഓപ്ഷൻ പറയുകയാണ്. അന്നേരം മറുപടി എങ്ങനെയാണ്? It will take time. അത് സമയമെടുക്കും. Let's go back. നമുക്ക് പുറകോട്ട് പോകാമെന്ന്. Let's go back. Then how far? എത്ര ദൂരം എന്നതിന് നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ? How far? എത്ര ദൂരം? Don't make me angry. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇതുപോലെ നമ്മൾ പഠിച്ചായിരുന്നു. Don't make me laugh. എന്നെ ചിരിപ്പിക്കരുത്. അതുപോലെയുള്ള വാക്കുകൾ പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ അന്ന് അത് പഠിച്ചത്. Don't make me angry. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. Then we are already late. നമ്മൾ ഇപ്പോൾ തന്നെ താമസിച്ചാണ്. നമ്മൾ ഇപ്പോൾ തന്നെ ലേറ്റ് ആണ്. Let's ask to that man. അത് അവിടെ ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്. നമുക്ക് ആ മനുഷ്യനോട് ചോദിക്കാം എന്ന് പറയുന്നു. ഇത് ഇത്രയും നമ്മൾ പഠിച്ച വാക്കുകൾ തന്നെ തീർത്ത് സിമ്പിൾ ആണ് എന്ന് മാത്രമല്ല, ഈ ലോസ്റ്റ് അവർ വേ എന്ന സ്ഥാനത്ത് നമ്മൾ വേറെ അതിന്റെ വെർബ് മാറ്റിയാൽ നമുക്ക് ഇതെല്ലാം മാറ്റി നമുക്ക് പല കാര്യങ്ങളും സംസാരിക്കുവാൻ സാധിക്കും എന്നതിനാൽ ഡിയർ ഫ്രണ്ട്സ്, you just listen this and try to change the verbs and try to talk like this with your friends. Okay, come on. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ നമ്മൾ സംസാരിക്കുന്ന ഭാഷ എങ്ങനെയാണ്? ഇങ്ങനെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിനുശേഷം നമുക്ക് ട്യൂണിംഗ് ഒക്കെ ഇട്ട് നമുക്ക് തന്നെ നല്ലതുപോലെ സംസാരിക്കാൻ പഠിക്കാം കേട്ടോ. ഓക്കെ, ഇത് നമ്മളിങ്ങനെ സംസാരിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെന്ന് ആ മനുഷ്യനോട് ചോദിക്കുക. നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ
ആ മനുഷ്യൻ ഏത് രീതിയിലായിരിക്കും നമുക്ക് മറുപടി പറയുക, നമ്മളോട് മറുപടി പറയുക എന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അത് തന്നെയല്ല, പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ആ മനുഷ്യന് മറുപടി തരാം. എനിക്ക് ആ വഴി അറിയാമെന്നോ അറിയില്ല എന്നോ നമ്മളെ നിരാശപ്പെടുത്തുന്ന രീതിയിലോ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലോ മറുപടി തരാം. ഏത് രീതിയിലാവണം അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് നമുക്കറിയില്ല. ഇത് രണ്ടും നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ ഇൻ കേസ് സപ്പോസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. വേറൊരാൾ വന്ന് നമ്മളോടാണ് വഴി ചോദിക്കുന്നത് എങ്കിൽ നമ്മൾ എന്താണ് മറുപടി പറയേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. നമ്മൾ ചെന്ന് ഒരാളോട് വഴി ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മറുപടിയോടൊപ്പം നമ്മളോടൊരാൾ വന്ന് വഴി ചോദിക്കുകയാണെങ്കിൽ മറുപടി പറയുവാൻ, അത് പോസിറ്റീവും നെഗറ്റീവുമായിട്ട് നമ്മൾ മറുപടി പറയുവാൻ കൂടി നമ്മൾ പഠിച്ചിരിക്കണം. അതുകൂടി ഇത് രണ്ടും, അദ്ദേഹം നമുക്ക് തരുന്ന മറുപടി നെഗറ്റീവിലും പോസിറ്റീവിലും, അതോടൊപ്പം നമ്മളോടൊരാൾ വഴി ചോദിച്ചാൽ നെഗറ്റീവിലും പോസിറ്റീവിലും മറുപടി പറയുന്നതും കൂടി നമ്മൾ പഠിച്ചിരിക്കണം. അത് ലെറ്റ്സ് ലേൺ ദാറ്റ് replace both the replace in English that in the next class. It's already late. അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ പറയണേ, we are already late. Let's stop our class today here and see you in the next class. Till then, bye. Wish you a happy Onam once again.